വെൽക്കം ബാക്ക് ടു ദ മോസ്റ്റ് ലെജൻഡറി യൂട്യൂബ് ചാനൽ ഗൈസ്. ലെജൻഡറി എന്ന് പറഞ്ഞത് ഇസ് ബിക്കോസ് നമ്മളെ തന്നെ പൂർത്തിയില്ലെങ്കിൽ വേറെ ആരും നമ്മളെ പൂർത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വായിച്ചു കാണും, മൈ സ്റ്റോറി, എന്റെ ജീവിത കഥ ഗൈസ്. ആരും ചോദിച്ചില്ല എന്നാലും എനിക്ക് പറയണം. അപ്പൊ 2021 ഞാൻ കൊച്ചു അമ്മ എന്ന സീരീസ് വീഡിയോ ചെയ്ത് തുടങ്ങുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. ഓക്കെ, അപ്പൊ എന്നെ അപ്പൊ തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഞാൻ ഒരിക്കലും കൺസിസ്റ്റന്റ് വീഡിയോസ് ഇടാറില്ല. ചിലപ്പോൾ ഞാൻ 2 മാസം കണ്ടിന്യൂസ്ലി ഇടും, ചിലപ്പോൾ 1 മാസം ഞാൻ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും. കഴിഞ്ഞ വർഷം 6-7 മാസത്തേക്ക് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. അപ്പൊ ഞാൻ ഈയിടെ Q&A ചെയ്തപ്പം ഇൻസ്റ്റാഗ്രാമിൽ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എന്താ പറ്റിയേ? അല്ലാതെ ഓൺ ആൻഡ് ഓഫ് ആൾക്കാർ എൻ്റെ ചോദിക്കാറുണ്ട്, എന്താ ചേച്ചിക്ക് വല്ല പ്രശ്നമുണ്ടോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നത്? അപ്പൊ അതിനുള്ള ഉത്തരം പറയാൻ ഞാൻ ഇപ്പം റെഡിയാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ വാർണിംഗ് തന്നേക്കാം. ചിലപ്പം ഇതിനകത്ത് ട്രിഗറിംഗ് ആയിട്ടുള്ള വേർഡ്സോ ഇൻസിഡൻസോ പറഞ്ഞേക്കാം. അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് അത്ര നല്ല അല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും താങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ കാണല്ലോ. ഞാൻ ഡൽഹി താമസിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയാണ്. ഞാൻ ജനിച്ചത് നാട്ടിലാണെങ്കിലും ജനിച്ച ഉടനെ എന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്നായിരുന്നു. ബിക്കോസ് എൻ്റെ അച്ഛൻ ഇവിടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അച്ഛൻ, അമ്മ, ഞാൻ ചെയ്യുന്ന ഒരു കുട്ടി കുടുംബമാണ് ഞങ്ങളുടെ. നിങ്ങൾക്ക് അറിയായിരിക്കും, പെമ്പിളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അച്ഛന്മാരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ലൈക്ക് ഇറ്റ്സ് എ ഗേൾസ് തിങ്. ഓക്കെ, ഞാൻ എൻ്റെ ലെവൽ ഓഫ് അറ്റാച്ച്മെന്റ് എൻ്റെ അച്ഛനോട് ഭയങ്കരമായിരുന്നു ഗൈസ്. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ രീതിയിലൊന്നുമല്ല, ഒബ്സസീവ്ലി അറ്റാച്ച്ഡ് ഞാൻ എൻ്റെ അച്ഛനോട്. എൻ്റെ അച്ഛനും തിരിച്ച് അതേപോലെ തന്നെ. ഓക്കെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ മോസ്റ്റ്ലി ഉള്ളായിരുന്നു. എനിക്ക് എല്ലാത്തിനും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ വേണം. ലൈക്ക് എന്ത് ഡിസിഷൻ ഉണ്ടാക്കണമെങ്കിൽ അച്ഛൻ വേണം, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ അച്ഛൻ വേണം, പാർക്കിൽ കളിക്കാൻ പോകണമെങ്കിൽ അച്ഛൻ വേണം. എൻ്റെ അച്ഛൻ എന്നെ പോലെയാണ്, അല്ല ഞാൻ എൻ്റെ അച്ഛനെ പോലെ. ലൈക്ക് അച്ഛനാണ് ഭയങ്കര ഹ്യൂമറസ്, ഫണ്ണി, കുറെ കഥകൾ പറയും, കുറെ ജോക്സ് അടിക്കും. അതും ചുമ്മാ കിടന്ന് ജോക്സ് അടിക്കുമ്പോൾ ഹി വാസ് എ വെരി ലവിങ് ആൻഡ് ഔട്ട് ഗോയിങ് പേഴ്സൺ. നമ്മളോട് ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ചിരിച്ച് പണ്ടാരമാണെന്നും. ഞങ്ങൾക്ക് രണ്ടും കോഡ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. അപ്പൊ അമ്മയുടെ മുമ്പ് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കോഡ് ലാംഗ്വേജിൽ സംസാരിക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുമായിരുന്നു. അമ്മയ്ക്ക് പേടി അമ്മനെ പറ്റി വല്ല കുറ്റമായിട്ടാണ് പറയുന്നത്. ബട്ട് വി ജസ്റ്റ് അണ്ടർസ്റ്റുഡ് ഈച്ച് അതർ. ആണുങ്ങൾ കരയാൻ പാടില്ല, അല്ലെങ്കിൽ ആണുങ്ങൾ അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്നൊന്നും എനിക്കറിയാം. ഇറ്റ്സ് എ വെരി ഏലിയൻ കോൺസെപ്റ്റ് ടു മീ. ബിക്കോസ് എൻ്റെ അച്ഛൻ എല്ലാം ഭയങ്കര തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്ന, കരച്ചിൽ വന്നാൽ അടിപൊളിയായിട്ടിരുന്ന് കരയും, വിഷമം വന്നു കഴിഞ്ഞാൽ അത് തുറന്ന് പറയും, എനിക്ക് വിഷമമുണ്ട്, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അതും കാണിക്കും. എല്ലാ ഇമോഷൻസും പീക്കിൽ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പൊ ഇതാണ് ബാക്ക് സ്റ്റോറി. അത് കഴിഞ്ഞ ശേഷം ഞാൻ 4 വർഷം കോയമ്പത്തൂരിൽ പഠിക്കാൻ പോയി, എഞ്ചിനീയറിംഗ് ചെയ്യാൻ പോയി. എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്ങനെയൊക്കെയോ പഠിച്ചു പാസ്സായി. പിന്നെ അവിടുന്ന് ആക്സെഞ്ചറിൽ പ്ലേസ്മെന്റ് കിട്ടി. പഠിക്കാത്ത എല്ലാ പിള്ളേർക്കും ആക്സെഞ്ചറിലായിരുന്നു ഗൈസ് പ്ലേസ്മെന്റ് കിട്ടുന്നത്. അപ്പൊ ഞാൻ തിരിച്ചപ്പോഴത്തേക്കും ഡൽഹിയിൽ വന്നു. പിന്നെ കോൾ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയം വരെ ഇവിടെ ഒരു ഓഫീസിൽ ഞാൻ ഇന്റേൺ ആയിട്ട് ജോലി ചെയ്തു. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പം അച്ഛൻ ചായ കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് അച്ഛനൊരു സ്ട്രോക്കിന്റെ അറ്റാക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛന്റെ കംപ്ലീറ്റ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. ലൈക്ക് അച്ഛന് ഞാനോ എൻ്റെ അമ്മയോ ആരാന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തി. 2018 നടന്നത്. 2019 നമ്മൾ അച്ഛൻ ഓൾമോസ്റ്റ് റിക്കവർ ഒക്കെ ആവുന്നുണ്ട്. അച്ഛൻ പുറത്ത് നടക്കാൻ പോകും, അച്ഛനും അമ്മയും. അച്ഛൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അച്ഛന് ഓർമ്മശക്തിയൊക്കെ പതിയെ തിരിച്ചു വന്നു. ഒരു ദിവസം രാത്രി എന്താ പറയുക, അച്ഛന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലെന്ന് വെച്ചാൽ ശ്വാസം എടുക്കാൻ പറ്റില്ല, അത്രയും ശ്വാസം മുട്ടൽ. നമ്മൾ എങ്ങനെയൊക്കെയോ അച്ഛനെ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ എന്തുവാന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പുറത്ത് വന്ന് പറഞ്ഞു ദാറ്റ് അച്ഛൻ്റെ കിഡ്നി രണ്ടും ഫെയിലായി. കംപ്ലീറ്റ്ലി ഷോക്ക് ആയിപ്പോയി. ലൈക്ക് ഇപ്പോൾ ഒരു അസുഖം കഴിഞ്ഞതേ ഉള്ളത്, ഒരു മേജർ അസുഖം, അതിനുള്ള മരുന്നുകളും ട്രീറ്റ്മെന്റും നടന്നുകൊണ്ടിരിക്കുക. അതിന് കൂടെ തന്നെ അടുത്തൊരു ഓർഗൻ ഫെയിലിയർ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി അച്ഛനെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എന്നാലേ ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്താണ് എൻ്റെ അച്ഛൻ്റെ കണ്ണിന്റെ കാഴ്ച പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇസ് ബിക്കോസ് ഡയബറ്റീസ് കാരണം കണ്ണിന്റെ കാഴ്ച ശക്തി പോകുന്ന ഒരു അസുഖമുണ്ട്, ഡയബറ്റിക് റെറ്റിനോപ്പതി. അതെൻ്റെ അച്ഛൻ്റെ കണ്ണിനെ ബാധിച്ചായിരുന്നു. അപ്പം അതിന് നമ്മൾ സർജറി ചെയ്തു, നമ്മൾ അതിനും ട്രീറ്റ്മെന്റ് എടുത്തു. പക്ഷെ ഓൾമോസ്റ്റ് എൻ്റെ അച്ഛന് 80 to 85% കാഴ്ച പോയായിരുന്നു. അപ്പം കാഴ്ചയേ ഇല്ല, ഓർമ്മയ്ക്കും പ്രശ്നം, കിഡ്നിക്കും പ്രോബ്ലം, ബാക്ക് ടു ബാക്ക് ഇങ്ങനെ അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഫാമിലിക്ക് ഒന്നിന്റെ മേളിൽ അടുത്ത ഷോക്ക്, അടുത്തതിന്റെ മേളിൽ അടുത്ത ഷോക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ കാരണമാണ് എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയത് മെന്റലി. ബിക്കോസ് നിങ്ങളൊക്കെ എന്നെ എൻ്റെ വീഡിയോ കണ്ട മെസ്സേജ് അയക്കുമായിരുന്നു, ചേച്ചി ഞങ്ങൾക്ക് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. കുറേ ഇൻസ്റ്റൻസിൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്ന്, അല്ലെങ്കിൽ അച്ഛൻ്റെ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഡയാലിസിസ് യൂണിറ്റിന്റെ പുറത്തിരുന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത സമയങ്ങളുണ്ട്. ആൻഡ് നിങ്ങളുടെ കമന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് വായിക്കുമ്പോൾ എത്ര സമയങ്ങളിൽ ഒരു ആശ്വാസം തോന്നിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പോൾ ഗൈസ്, ഡയാലിസിസ് എന്ന് വെച്ചാൽ ഭയങ്കര പെയിൻഫുൾ ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വെയിനിൽ കൂടെ അവർ 2 ട്യൂബ് ഇട്ട് നമ്മുടെ ബോഡിയിലെ ഫുൾ ബ്ലഡ് അവർ ക്ലീൻ ചെയ്ത് വേറൊരു മെഷീൻ വഴി ക്ലീൻ ചെയ്ത് തിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റുകയാണ്. അപ്പം ഓൾമോസ്റ്റ് 4 മണിക്കൂർ അതെടുക്കും. അപ്പം എല്ലാ ആഴ്ചയിലും 3 വട്ടം എൻ്റെ അച്ഛൻ അത് ചെയ്യണമായിരുന്നു. അത് ഭയങ്കര ഒരു മാസീവ്ലി എൻ്റെ അച്ഛൻ്റെ മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ടും ഡിസ്റ്റർബ് ചെയ്തായിരുന്നു. ഞാൻ സത്യം പറയട്ടെ ഗൈസ്, ക്രോണിക്കലി അല്ലെങ്കിൽ ടെർമിനലി ഇല്ലായിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ രോഗം പിടിച്ച് ബാധിച്ച് കിടക്കുന്ന മനുഷ്യരെ നോക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫിസിക്കലിയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എൻ്റെ അമ്മ അത് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി എവറി ഡേ, ഒരു കംപ്ലൈന്റും ഇല്ലാതെ അത്രയും സ്നേഹത്തോടെ അത്രയും ഡെഡിക്കേഷനോടെ അത് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തോന്നും, അപ്പോഴാണ് എനിക്ക് ദൈവത്തിൽ ഭയങ്കരമായിട്ട് ബിലീഫ് കൂടുന്നത്. ബിക്കോസ്
ഇങ്ങനെ മനുഷ്യരുണ്ടല്ലോ എന്ന് ലൈക്ക് മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ദേ ആർ വെരി ഡിഫറെന്റ് ഫ്രം ദ നോർമൽ ക്രൗഡ്. പിന്നെ എന്റെ അച്ഛൻ അറിയായിരുന്നു ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പുള്ളിക്കാരനെ കാണാൻ പറ്റില്ല, അപ്പൊ ഞാൻ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരുന്നു ദാറ്റ് ഞാൻ ഇങ്ങനെ വീഡിയോ ക്രിയേറ്റർ ആയി. ബട്ട് ഹി ഓൾവേസ് വിഷ്ഡ് എനിക്ക് ഇതൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കും ഇതൊക്കെ ഫാമിലിയുടെ കൂടെ വിഷമങ്ങളില്ലാതെ അനുഭവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സമയമാണ് ദാറ്റ് എല്ലാ ദിവസവും ഞാൻ ഈ കഴിഞ്ഞ 6 വർഷം ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു തോട്ടിലാണ് ദാറ്റ് അച്ഛന് വല്ലതും പറ്റൂ, അച്ഛന് വല്ലതും പറ്റൂ. അച്ഛന് രാത്രി ഉറക്കം കിട്ടത്തില്ല, ബിക്കോസ് നമുക്ക് പേടി രാത്രി വല്ലതും സംഭവിക്കൂ. രാവിലെ നമ്മൾ എണീക്കുമ്പോഴും പേടിച്ചുകൊണ്ടാണ് എണീക്കുന്നത്. ശ്വാസമൊക്കെ ഉണ്ടല്ലോ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ. ഇപ്പൊ ഈ 6 വർഷം വെച്ചാൽ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ലൈക്ക് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റി. അത് അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നു, അവരുടെ കൂടെ ചൈൽഡ്ഹുഡിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ അച്ഛനൊരു പ്രണയം ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ കല്യാണം നടന്നില്ല, പിന്നെയാണ് ഈ കല്യാണം നടന്നത്. എന്താ പറയാ, എന്റെ അച്ഛൻ എങ്ങനെ പഠിച്ച ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആയി. അച്ഛൻ ആദ്യമായിട്ട് കോളേജിൽ കയറിയപ്പം അച്ഛന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റിയറിംഗ് ആദ്യമായിട്ട് ഞാൻ പിടിച്ചപ്പോൾ എനിക്ക് എങ്ങനെ ഫീൽ ആയേ. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ പേരൻസിന് സംസാരിക്കാനുണ്ട്. ഇപ്പൊ എന്റെ അമ്മയാണെങ്കിൽ പോലും അമ്മയുടെ കോളേജിലെ കഥകള്, ഹാഫ് സാരി ആദ്യമായിട്ട് കൊടുത്ത സമയം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ആദ്യമായിട്ട് പീരിയഡ്സ് വന്നപ്പോൾ എങ്ങനെയാ ഫീൽ ആയത്, ഈ കഥകളൊക്കെ അവർക്ക് പറയണ്ട. പക്ഷെ അവർക്ക് പറയാൻ ആരുമില്ല. നീ എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് ഇരിക്കുന്ന പേരൻസ് പറയുന്ന ഈസ് ബിക്കോസ് അവർക്ക് സംസാരിക്കണം. and അവർക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ പിള്ളേരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ആക്ച്വലി അത് വേറെ ലെവലാണ്. ആൻഡ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മരണം എന്ന പ്രോസസ്സിലൂടെ പൊക്കോണ്ടിരിക്കുന്നത് കാണാൻ. മരണത്തിന്റെ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെ അടിപൊളിയായിട്ടിരുന്ന മനുഷ്യൻ പതിയെ ശോഷിച്ച് ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ജീവിതം ലൈഫ് അവരുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല അതിലും വലിയ ടോർച്ചർ ഈ ലോകത്തുണ്ടോ. 2024 സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴത്തേക്കും അച്ഛന് അസുഖം കൂടാൻ തുടങ്ങി. അതെനിക്ക് മനസ്സിലായി. ഓക്കെ, ഞാൻ അമ്മയുടെ എപ്പോഴും പറയുന്നത്, അമ്മ അച്ഛന് വല്ലതും സംഭവിച്ചാൽ ഞാൻ എനിക്ക് പ്രാന്താകും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അപ്പം ആ ഒബ്സഷൻ കൂടി പ്രാന്തായി ഞാൻ രാത്രികളിൽ മൊത്തം ഉണർന്നിരിക്കുമായിരുന്നു, ഉറങ്ങത്തില്ല. അച്ഛന്റെ സൈഡിൽ കുത്തിയിരിപ്പ ദാറ്റ് അച്ഛന്റെ ശ്വാസം ഓടുന്നുണ്ടോ, അച്ഛൻ ഓക്കെ ആണോ, എന്തെങ്കിലും പറ്റിക്കാൻ നമുക്ക് അപ്പം തന്നെ ആശുപത്രി എത്തിക്കണമല്ലോ. അച്ഛന്റെ ചുറ്റിനും തന്നെ ഇരിക്കുക. എനിക്ക് പൈസ ഉണ്ടാക്കണ്ട, എനിക്ക് കരിയർ വേണ്ട, എനിക്ക് വലിയ നിലയിൽ എത്തണ്ട, എനിക്ക് ഒന്നും വേണ്ട, അച്ഛനെ രക്ഷിക്കണം. ഇപ്പൊ എന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുത്തി സംസാരിച്ച് പറഞ്ഞു ദാറ്റ് എനിക്ക് ജീവിതകാലം മൊത്തം നിന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ, ലൈക്ക് നീ നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നിനക്ക് ഓർമ്മയുണ്ട് നീ എന്തൊക്കെ ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞത്, നിനക്ക് ഇത് ചെയ്യണം അത് ചെയ്യണം. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ തുറന്ന് ജീവിച്ചിട്ടുള്ള മനുഷ്യനാ, നീയും അതുപോലെ തന്നെ ലൈഫ് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ തുറന്ന് ജീവിക്കണം, ആസ്വദിച്ച് ജീവിക്കണം. ഞാൻ എത്രമാത്രം ജീവിച്ചോ അതിൽ ഞാൻ ഹാപ്പിയാണ് എന്നൊക്കെ നിങ്ങളുടെ പേരന്റ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന ഒരു ഗുഡ് ബൈ മെസ്സേജ് പോലെ പറയുക. ദാറ്റ് ഞാൻ മരിക്കാറായി, നീ ഇതൊക്കെ ചെയ്യണം, അല്ലെ നീ ഇങ്ങനെയൊക്കെ ആവണം എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ഏതൊരു മെന്റലി സ്ട്രോങ് പേഴ്സൺ ആണെങ്കിലും അത് അവിടെ തകർന്നു പോകും. ഞാൻ ലിറ്ററലി പറയാം ഗൈസ്, എനിക്ക് കഴിഞ്ഞ 2-3 വർഷം എനിക്ക് ഓർമ്മയില്ല, ബിക്കോസ് എനിക്ക് ഭ്രാന്തായിരുന്നു. എന്റെ മെന്റൽ ഹെൽത്ത് അത്രയും ബാഡ് ആയിരുന്നു. അപ്പൊ 2024 ജൂണിൽ നമ്മൾ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, ബിക്കോസ് അച്ഛൻ ഭയങ്കരമായിട്ട് വയ്യാണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല. ഓക്കെ, എപ്പോഴും ബിക്കോസ് ഈ 6 വർഷത്തിനുള്ളിൽ കുറേ പ്രാവശ്യം അച്ഛൻ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ആ സമയത്തൊക്കെ അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ച് അച്ഛനെ കൊണ്ടുപോയത് ആശുപത്രി. അഡ്മിറ്റ് ചെയ്ത സമയത്ത് അച്ഛൻ ഓക്കെ ആയിരുന്നു. കുറെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പെട്ടെന്ന് ഐസിലോട്ട് ഓടിപ്പോകുന്ന കണ്ടു. അപ്പൊ ഞാൻ വെച്ച് എന്താ സംഭവിക്കുന്നത് നോക്കുമ്പോൾ എന്റെ അച്ഛന്റെ ബെഡിലോട്ട് എല്ലാവരും ഓടിപ്പോകുന്നത്. അപ്പം ഡോക്ടർ എന്നെ അകത്ത് വിളിച്ചിട്ട് പറഞ്ഞു ദാറ്റ് വൈശാഖി ഇങ്ങനെ അച്ഛന് പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നു, ആൻഡ് അച്ഛന്റെ കണ്ടീഷൻ ഭയങ്കര സീരിയസ് ആണ്, ആൻഡ് ഏത് നിമിഷം എന്തും സംഭവിക്കും. സോറി പറഞ്ഞു ദാറ്റ് ഏത് നിമിഷം എന്തും സംഭവിക്കും, ദാറ്റ് യു ഷുഡ് ബി പ്രിപ്പയർഡ്. ഞാൻ പറഞ്ഞു ഡോക്ടർ പറ്റത്തില്ല, എനിക്കറിയത്തില്ല, നിങ്ങൾ എത്ര കാശ് വേണമെങ്കിലും ഇട്ടോ, വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പം കാശ് ഞാൻ റെഡിയാക്കി നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം, നിങ്ങൾ എത്രയെന്ന് വെച്ചോ നിങ്ങൾ പറഞ്ഞോ ഞാൻ തരാം. പക്ഷെ എന്റെ അച്ഛനെ എങ്ങനെയാണെങ്കിലും സേവ് ചെയ്തേ പറ്റും. വേറെ എങ്ങോട്ടെങ്കിലും ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യും. അവർ പറഞ്ഞു നീ ഇനി എന്തോ ചെയ്തോ, പക്ഷേ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് അച്ഛനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളത്. ഒരു 7 മണി 8 മണിയൊക്കെ അപ്പോഴത്തേക്കും പുറത്ത് ഫോൺ വന്നു, എന്നെ വിളിപ്പിച്ചകത്ത് ICUലേക്ക്. അപ്പം ഡോക്ടർ പറഞ്ഞു ദാറ്റ് വൈശാഖി I'm sorry, like your dad is no more. We are sorry വൈശാഖി, അച്ഛൻ്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന നിന്നു, ലൈക്ക് he is no more, വേണമെങ്കിൽ പോയി കണ്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനെ പോയി കണ്ട അത്രയും നാൾ എന്നെ ചിരിപ്പിച്ച് എന്നെ കളിപ്പിച്ച് എന്നെ ഓക്കെ ആക്കി നടത്തിയ മനുഷ്യൻ തണുത്തുറഞ്ഞു കിടക്കുമായിരുന്നു. ഞാൻ അച്ഛനെ തൊട്ട സമയത്ത് ദേഹത്ത് ആ ഒരു ചൂടില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ദൈവത്തിനോട് വിചാരിച്ചു പോയി, ഇനി ഈ ലോകത്ത് എന്താ ഉള്ള. ഈ കൈ കൊണ്ടാണ് ഞാൻ അച്ഛന് ആഹാരം കൊടുത്തതും ഷേവ് ചെയ്യിപ്പിക്കുന്നതും കളിപ്പിക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം ആ കൈ കൊണ്ട് തന്നെ ചിതയ്ക്ക് തീ കൊളുത്തുന്ന സമയത്ത് ഐ തിങ്ക് ഞാൻ ഒരു ആയുഷ്കാലം വിഷമിച്ച് തീർക്കാൻ പറ്റുന്നത് ആ ദിവസം ഞാൻ ജീവിച്ചും വിഷമിച്ചും തീർത്തു. നമ്മൾ അത്രയും നാളൊരു
ഒരു കംപ്ലീറ്റ് മനുഷ്യനായിട്ട് കണ്ട ഒരാൾ ഒരു ദിവസം കൊണ്ട് ചാരമായി. പിന്നെ അതെല്ലാം പറക്കി മാറ്റി അതിൽ നിന്ന് എല്ല് കഷ്ണം എടുത്ത് നമ്മൾ കുടത്തിലിട്ട് ആ കുടം പൂട്ടി നല്ലോണം കെട്ടി നമ്മൾ ഹരിദ്വാറിൽ കൊണ്ടൊഴുക്കുക. ഐ തിങ്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്നെ കംപ്ലീറ്റ്ലി ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ചേഞ്ച് ചെയ്തു. എനിക്ക് മനസ്സിലായത് എനിക്ക് ഇനി ഒരിക്കലും പഴയ പോലെ ആവാൻ പറ്റത്തില്ല. എനിക്ക് കുറെ മെസ്സേജസ് കിട്ടി ദാറ്റ് വൈശാഖി യുവർ ഫാദർ ഈസ് വിത്ത് യു സ്പിരിച്വലി. ബട്ട് ഗൈസ് യു നോ ഒരു കാര്യം മനസ്സിലാക്കണം ദാറ്റ് എത്രയൊക്കെ നമ്മൾ സ്പിരിച്വലി ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഫിസിക്കൽ ആബ്സെൻസിനെ നമുക്ക് എത്ര നല്ല വാക്കിട്ട് നമ്മൾ അലങ്കരിക്കാൻ ശ്രമിച്ചാലും ആ ആബ്സെൻസ് വലിയൊരു ആബ്സെൻസ് തന്നെയാണ്. നോ ടൈം ഡസൻ ഹീൽ എവറിത്തിങ്. ഈ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അവർ വിത്ത് ടൈം ഹീൽ ആകുമല്ല, അവർക്ക് ആ വേദന കുറച്ചുകൂടെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ വേദന എപ്പോഴും അതേ ഇന്റൻസിറ്റി തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കും. എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത 2-3 മാസത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഐ വാസ് ഡെഡ് ഷുവർ ദാറ്റ് ഞാൻ സർവൈവ് ചെയ്യില്ല. പിന്നെ എനിക്ക് മനസ്സിലായ സിറ്റുവേഷൻ വേഴ്സ് ആവുന്നു. ഞാൻ തെറപ്പി എടുക്കാൻ തുടങ്ങി, സൈക്കാട്രിസ്റ്റിനെ മീറ്റ് ചെയ്ത് മെഡിസിൻസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ഈ 6 വർഷം ഹോസ്പിറ്റലിൽ പോയി നിന്ന് ഞാൻ പഠിച്ച ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഡയാലിസിസ് യൂണിറ്റിൽ പോകുന്ന സമയത്ത് ചെറിയ ചെറിയ പിള്ളേർ അവിടെ ഡയാലിസിസിന് കിടക്കുന്നുണ്ട്. ആൻഡ് 4 മണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ചില പിള്ളേർ പടം വരയ്ക്കുമായിരിക്കും, ചില പിള്ളേർ അവരുടെ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുമായിരിക്കും. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഞാൻ ജീവിച്ചിരിക്കത്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കത്തില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഈ ഡിഗ്രി എടുക്കുന്നത് എന്ന് ചിന്തിക്കാം. പക്ഷെ ഇല്ല, നാളെ എന്താവും അവർ ചിന്തിക്കുന്നില്ല. അവരവരുടെ പ്രസന്റ് മൊമെന്റ് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, അപ്പൊ എനിക്ക് എന്റെ കർമ്മം അല്ലെങ്കിൽ എന്റെ കർത്തവ്യം ഞാൻ ചെയ്യണം. അവർ പഠിക്കുന്നു, അവർ വരയ്ക്കുന്നു, അവർ കളിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നു. ആ പിള്ളേരുടെ മനസ്സിൽ അത്രയും ഹോപ്പ് ഉണ്ട്, ലൈക്ക് അത്രയും വിശ്വാസം ഉണ്ട് എല്ലാം ശരിയാവും. ഇനിയിപ്പോ ശരിയായില്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഇപ്പൊ കിട്ടുന്ന സമയം എനിക്ക് ആസ്വദിച്ച് ജീവിക്കണം. അപ്പൊ ഒരു ദിവസം ഞാനും അച്ഛനും ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ നമ്മൾ ഇനിയും കാണൂ? അപ്പൊ അച്ഛൻ പറഞ്ഞു നമ്മൾ എന്തായാലും കാണും, നമ്മൾ ഇനിയും കാണും. ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം നീ തീർത്തിട്ട് നീ തിരിച്ച് എൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് ഉള്ള ജീവിതം നീ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കുക, തിരിച്ച് നീ എൻ്റെ അടുത്ത് തന്നെ വരാൻ പോകുന്നത്. അങ്ങനെ എനിക്ക് പ്രോമിസ് തന്നതാണ് എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛൻ ഇതുവരെ ഒരു പ്രോമിസും ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് വി വിൽ മീറ്റ്. സോ ഞാൻ ഈ എക്സ്പീരിയൻസിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാം. കരിയർ ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, ബിസിനസ് പൊളിഞ്ഞു പോയോ തിരിച്ചുണ്ടാക്കാം. പക്ഷെ ഒരു പ്രാവശ്യം ഹെൽത്ത് പോയി കഴിഞ്ഞാൽ ഗൈസ് തിരിച്ചെടുക്കാൻ പാടാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ലവ്ഡ് വൺസിനും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളുടെ ഗുഡ് ഹെൽത്ത് ആണ്. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങളും ഹാപ്പി ആയിരിക്കും, നിങ്ങളുടെ ചുറ്റിനുള്ളവരും ഹാപ്പി ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, മരണപ്പെട്ടു പോയവർ ഒരിക്കലും തിരിച്ചു വരത്തില്ല. സോ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനോട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. പറ്റാവുന്നതിന് അത്രയും നല്ല ഹാപ്പി മെമ്മറീസ് ഉണ്ടാക്കുക. ബിക്കോസ് നാളെ അവർക്ക് വല്ലതും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ ജീവിപ്പിച്ച് വെക്കാൻ പോകുന്നത് ഈ ഹാപ്പി മെമ്മറീസ് ആയിരിക്കും. നിങ്ങൾക്ക് സമാധാനം തരുന്നതും ഈ ഒരു തോട്ട് ആയിരിക്കും ദാറ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്തല്ലോ. തേർഡ് തിങ് ഇസ് ദാറ്റ് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് എത്ര പനിലാണെങ്കിലും ഗൈസ് സൂയിസൈഡും സെൽഫ് ഹാം ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ല. ഞാൻ എൻ്റെ മിസ്റ്റേക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുക ദാറ്റ് ഒരു സമയത്ത് ഞാൻ സെൽഫ് ഹാം അഡിക്റ്റഡ് ആയിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് എൻ്റെ ശരീരത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിസ്റെസ്പെക്റ്റ് ആയിരുന്നു സെൽഫ് ഹാം എന്നുള്ളത്. ഓക്കെ, സോ ദ മൊമെന്റ് യു ഫീൽ ദാറ്റ് അയ്യോ എൻ്റെ ജീവിതം എൻ്റെ കൈവിട്ട് പോകുന്നു, അല്ലെങ്കിൽ എൻ്റെ മെന്റൽ ഹെൽത്ത് എനിക്ക് ഭ്രാന്താകുന്നു, നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ടോ ഫാമിലിയോ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലീസ് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്കിപ്പം അത് അഫോർഡ് ചെയ്യാനുള്ള കാശില്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊരു ഡയറിയിലോ നിങ്ങളുടെ ഫോണിലോ ഫ്രീ സർവീസ്, ഫ്രീ കൗൺസിലിംഗ്, ഫ്രീ തെറപ്പി ഒക്കെ കൊടുക്കുന്ന ലൊക്കേഷൻസിൻ്റെ നമ്പർ സേവ് ചെയ്ത് വെക്കുക, എഴുതി വെക്കുക. പ്ലീസ് അവരെ കോൺടാക്ട് ചെയ്ത് ടേക്ക് ദ നെസസറി ഹെൽപ്പ്. ഇനി എൻ്റെ മെന്റൽ ഹെൽത്ത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്, ഏത് തെറപ്പിസ്റ്റിൻ്റെ അടുത്താൽ പോകുന്നത്, ഏത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്താൽ പോകുന്നത്, ഞാൻ ഗ്രീഫ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ വേറെ ടോപ്പിക്കാണ് ഗൈസ്. ഞാൻ എല്ലാം ഇതിലിട്ട് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര വലുതായി പോകും, നിങ്ങൾക്ക് ഓൾറെഡി ബോറടിച്ച് തുടങ്ങി കാണും. സോ ഐ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബട്ട് അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മീ. എൻ്റെ സ്റ്റോറി വഴി ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ ബി വെരി ഹാപ്പി. സോ ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ until then it's Kochu signing off. I love you all. Bye.